മാതലി ഒരു കുതിരനെ കൊണ്ടുവന്നിട്ട് ഈ രാജാവിന് കൊടുത്ത് മടങ്ങിപ്പോയി എന്ന് പറയുന്നു. അവിടെയാണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് അധികം വൈകാതെ തന്നെ പിതാവിൻ്റെ അനുഗ്രഹത്തോടെ സോമപ്രഭൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. എല്ലാ ദിക്കിലുമുള്ള രാജാക്കന്മാർ സോമപ്രഭനോട് തോൽക്കുകയും സാമന്തന്മാരായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. അനവധി രത്നസഞ്ചയം കാണിക്കായി അവരോരോരുത്തരും സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഹിമാലയ പ്രാന്തത്തിലും എത്തി. സേനയെ വിശ്രമിക്കാൻ നിയോഗിച്ചിട്ട് തൻ്റെ ദിവ്യ അശ്വത്തിന്റെ പുറത്ത് കയറി ഏകനായി അത് ഇന്നലെ പറഞ്ഞത് ഒരു വലിയൊരു കാട്ടിലേക്ക് അവരെത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അതിസുന്ദരീനെ കണ്ടു അവിടെ, അല്ലേ, ദിവ്യകന്യകയെ. അപ്പൊ അവള് പറയുന്നത് ആരാണെന്ന് ചോദിച്ച സമയത്ത് അവള് അതിന് ഉത്തരം പറയുന്ന ഭാഗത്താണ് നമ്മൾ ഇന്നലെ വെച്ചത്. ഈ ഹിമവാന്റെ മറുഭാഗത്ത് കാഞ്ചനാഭം എന്നൊരു നഗരമുണ്ട്. അവള് പറയുന്നു അതിന്റെ അധിപൻ പത്മകൂടൻ എന്ന വിദ്യാധരനാണ്. അദ്ദേഹത്തിന് ഹേമപ്രഭ എന്ന രാജ്ഞിയിലുണ്ടായ മനോരഥപ്രഭ എന്ന പുത്രിയാണ് ഞാൻ. ദിവ്യശക്തി നേടിയ അനുദിനം ആകാശമാർഗേണ സഞ്ചരിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ആരാധന നടത്താറുണ്ട്. നന്നായി. ഒരു ദിവസം ഇതിനടുത്തുള്ള തടാക തീരത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു മുനികുമാരനും ചങ്ങാതിയും കൂടെ അവിടെ നിൽക്കുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ ആ മുനികുമാരനിൽ ആകൃഷ്ടിയായി പോയി. ഞാൻ എൻ്റെ സഖി മുഖേന അദ്ദേഹം ആരെന്നറിയാൻ ശ്രമിച്ചു. സഖിയോടൊപ്പമുള്ള സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവിടെ അടുത്തൊരാശ്രമത്തിൽ ദീപ്തിമാൻ എന്നൊരു മഹർഷി താമസിക്കുന്നുണ്ട്. ബ്രഹ്മചാരി അദ്ദേഹത്തെ കണ്ടൊരു ദേവസ്ത്രീ അനുരാഗ വിവശയായി. പക്ഷേ ശരീര സമ്പർക്കം കൂടാതെയുള്ള മാനസിക സമ്പർക്കം കൊണ്ട് മാത്രം അവള് ഗർഭിണിയായി. നമ്മുടെ ആർഷ സംസ്കാരത്തിൽ ഇങ്ങനെയെല്ലാം നടക്കും. അതെന്തെന്ന് ചോദിക്കണ്ട. അതാണ് പണ്ടത്തെ മഹത്വം. ധ്യാനത്തിന്റെയും മന്ത്രത്തിന്റെയും തപസ്സിന്റെ ഒക്കെ മഹത്വമാണ് കാണിക്കുന്നത്. ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുഞ്ഞുമായി മഹർഷിയുടെ അടുത്ത് ചെന്നങ്ങ് മൂലം എനിക്കുണ്ടായ കുട്ടിയാണിതെന്ന് ദേവി പറഞ്ഞു. മുനി ആ പുത്രനെ സ്വീകരിച്ച് സ്നേഹപൂർവ്വം വളർത്തി. പുത്രൻ അദ്ദേഹം രശ്മിമാൻ എന്ന് പേര് നൽകി. ആ കുമാരനാണിത്. തുടർന്ന് എൻ്റെ സഖി എന്നെ കുറിച്ചുള്ള വിവരണവും നൽകി. ഞങ്ങൾ ഇരുവരും അനുരാഗബദ്ധരായി സംസാരിച്ചിരിക്കെ പിതാവ് എന്നെ അന്വേഷിക്കുന്നതിന് മറ്റൊരു സഖി വന്നറിയിച്ചു. ഞാൻ ഉടനെ മടങ്ങി വരാമെന്ന് മുനികുമാരനോട് പറഞ്ഞു വേഗം അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ വിളിക്കുമ്പം പോണ്ടേ. വേഗം പോയി. ഞാൻ അച്ഛനോടൊപ്പം ഭക്ഷണം കഴിച്ച് ഞാൻ മടങ്ങിയെത്തിയപ്പോഴേക്കും അത്രയും സമയത്ത് എൻ്റെ വിരഹം പോലും താങ്ങാനാവാതെ ആ സ്നേഹധനൻ ഹൃദയം പൊട്ടി മരിച്ചിരുന്നു. ആ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഞാൻ പൊട്ടി കരഞ്ഞു. അപ്പോൾ ഒരു ദിവ്യ പുരുഷൻ ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന് ആ മുനികുമാരന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് അപ്രത്യക്ഷനായി. ഇത് കണ്ട് ദുഃഖം സഹിക്കാനേ പറ്റിയില്ല എനിക്ക്. ഞാൻ അഗ്നിയിൽ ചാടി മരിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഒരു അശരീരി കേൾക്കാം: ഹേ മനോരഥ പ്രഭേ, നീ ഇപ്പോൾ ആത്മത്യാഗം ചെയ്യേണ്ട. നീ കാക്ഷിച്ച കുമാരനെ തന്നെ നിനക്ക് ഭർത്താവായി ലഭിക്കും എന്ന് പറഞ്ഞു. ആ വാക്കുകൾ വിശ്വസിച്ച എൻ്റെ പ്രാണനാഥൻ വരുന്നത് കാത്ത് ഞാൻ ഇവിടെ ശിവപൂജയുമായി കഴിയുകയാണ്. ഒരു ദിവസം കാണുമ്പോഴത്തേക്ക് പ്രാണനാഥനെ ആണ് വലിയ രസം. ഈ സമയം അവളുടെ തോഴിയും അവിടെ എത്തി. അവരിരുവരും കൂടി രാജകുമാരൻ ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഈ സമയം അവളുടെ പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു വിദ്യാധരൻ ആകാശമാർഗേണ അവിടെ എത്തി. മനോരഥ പ്രഭയോട് ഇപ്രകാരം പറഞ്ഞു: കുമാരി, ഭഗവതിയുടെ പ്രിയസഖിയായ മകരന്തികയുടെ പിതാവ് വിക്രമസിംഹ രാജാവ് അയച്ചതാണ് എന്നെ. മകരന്തികക്ക് പല വിവാഹാലോചനകളും വരുന്നുണ്ട്. പക്ഷേ എൻ്റെ സഖിയായ മനോരഥ പ്രഭയുടെ വിവാഹം കഴിയാതെ എനിക്ക് വിവാഹം വേണ്ടെന്ന് ശാഠ്യം പിടിക്കുകയാണവൾ. അതുകൊണ്ട് ഭഗവതി നേരിട്ട് അവിടെ വന്ന് അവളുടെ മനസ്സ് മാറ്റിയെടുക്കണമെന്നതാണ് മഹാരാജാവിന്റെ ആവശ്യം എന്ന് ഈ രാജാവിന്റെ മന്ത്രി വന്നിട്ട് പറഞ്ഞു. ഇത് കേട്ട് തന്റെ പ്രിയ സഖിയുടെ രാജ്യത്തേക്ക് പോകാൻ മനോരഥ പ്രഭ തയ്യാറാകുന്നത് കണ്ട് തന്നെ കൂടി ആ വിദ്യാധര നഗരം കാണാൻ കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് സോമപ്രഭൻ ചോദിച്ചു. അതനുസരിച്ച് അയാളെയും ഒപ്പം കൂട്ടി മനോരഥ പ്രഭ തന്റെ സഖിയായ മകരന്തിയുടെ വിദ്യാധര മന്ദിരത്തിലെത്തി. മനോരഥ പ്രഭ സഖിയെ പറഞ്ഞു മനസ്സിലാക്കി വിവാഹിതയെ അവൻ സമ്മതിപ്പിച്ചു. തന്നോടൊപ്പം വന്നിട്ടുള്ള സോമപ്രഭന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് കേൾപ്പിച്ച ശേഷം അയാളെ വിവാഹം ചെയ്യാൻ അവൾ സഖിയെ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാവരും സന്തോഷചിത്തരായി. ആ വിവാഹം നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. വിവാഹം നടന്നില്ല, നിശ്ചയിച്ചു. എന്നാൽ
തന്റെ വരവും കാത്തു മന്ത്രിയും സേനാപതിയും മറ്റും ഈ ഉദ്യാനത്തിൽ വന്നു നിൽക്കുന്നുണ്ടാവുമെന്നും തനിക്ക് ഉടനെ ചെന്നവരെ കാണേണ്ടതുണ്ടെന്നും അതിനുശേഷം വിവാഹത്തിന് എത്തിക്കൊള്ളാമെന്നും സോമപ്രഭൻ പറഞ്ഞപ്പോൾ മനോരഥപ്രഭ അയാളെയും കുട്ടി ഭൂമിയിലേക്ക് പറന്നിറങ്ങി. അവർ പുറപ്പെട്ട സ്ഥാനത്ത് മന്ത്രിയും സൈന്യവും കാത്തു നിന്നിരുന്നു. ഉടനെ ഒരു രാജദൂതൻ എവിടെ എത്തി സോമപ്രഭ കുമാരനെ അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. ഈ വിവരം മനോരഥപ്രഭയെ അറിയിക്കാൻ ഒരു ഭടനെ ഏർപ്പാട് ചെയ്തിട്ട് സോമപ്രഭൻ പിതൃസന്നിധിയിലേക്ക് പോയി. ഈ സമയം എന്ത് നടന്നു അവിടെന്നോ? മകരന്തികയാകട്ടെ തന്റെ പ്രതിശ്രുത വരനെ കാണാത്തതിനാൽ വല്ലാതെ വിരഹ ദുഃഖം അനുഭവിക്കുകയായിരുന്നു. ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ഭ്രാന്തചിത്തയായി കഴിഞ്ഞ അവളെ മാതാപിതാക്കൾ വളരെയേറെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നിനും അവൾ വഴങ്ങാതായപ്പോൾ അവർ കോപാകുലരായി ശപിച്ചു, നീ കുറച്ചു കാലം കിരാതകുലത്തിൽ ജീവിക്കാനിടയാവട്ടെ. ശാപം ഫലിച്ചു. മകരന്തിക ഉടനെ തന്നെ ഒരു കിരാതകന്യകയായി മാറി. എത്ര വേഗം നോക്കിയേ! മകൾ പോയതോടെ ചെയ്തുപോയ സാഹസത്തെ കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ ദുഃഖിച്ചു മരിച്ചു. ഒന്ന് പോക്ക് നോക്കറ കഥ. പിതാവ് അടുത്ത ജന്മത്തിൽ ഒരു ശുകയായി പിറന്നു. തത്ത രാജ്ഞി ഒരു കാട്ടുപന്നിയായി ജനിച്ചു. കിളിയായി ജനിച്ചെങ്കിലും രാജാവിന് മുജ്ജന്മസ്മരണയും അസ്ത്രശസ്ത്രാദി വിദ്യകളിലുള്ള ജ്ഞാനവും അപ്പോഴും ഉണ്ടായിരുന്നു. ഇവന്റെ കർമ്മഗതി ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചുപോയത്. ഇവൻ ഇനി രാജസഭയിൽ ചെന്ന് തന്റെ സുഖജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ശാപമോചനം ലഭിക്കും. കിരാതപ്പെണ്ണായ ഇവന്റെ മകൾ മകരന്തിയും വിദ്യാധരിയായി മാറും. സോമപ്രഭൻ അവളെ വിവാഹം കഴിക്കുകയും ചെയ്യും. മനോരഥപ്രിയയുടെ കാമുകനായി രശ്മിമാൻ എന്ന മുനികുമാരൻ ഇപ്പോൾ രാജാവായി ജനിച്ചിരിക്കുകയാണ്. അയാൾക്ക് മുക്തി ലഭിക്കും. തുടർന്ന് മനോരഥപ്രഭയുമായി സംഗമിക്കുകയും ചെയ്യും. പിതൃസന്നിധിയിൽ നിന്ന് മടങ്ങിയെത്തിയ സോമപ്രഭൻ തന്റെ കാമുകിക്ക് സംഭവിച്ചതൊക്കെ അറിഞ്ഞ് ദുഃഖിതനായി ശിവനെ തപസ് ചെയ്യുകയാണ് ഇപ്പോൾ. പുലസ്ത്യ മഹർഷി പ്രകാരം പറഞ്ഞു നിർത്തി. ആ സമയം എനിക്ക് എന്റെ പൂർവജന്മസ്മൃതി ഉണ്ടാകുകയും തുടർന്ന് മരീചി മുനിയുടെ സംരക്ഷണയിൽ വളരുകയും ചെയ്തു. മെല്ലെ പറക്കാമെന്നായപ്പോൾ ഈ തത്തവരുന്ന കഥയാണത്. ഇതെല്ലാം ഞാൻ പലയിടത്തേക്കും പറന്നു കളിച്ചു. അതിനിടയിൽ പലയിടത്തും ഞാൻ എൻ്റെ ശാസ്ത്രജ്ഞാനം പ്രസംഗിക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ ഒരു വേടം പിടിച്ച് കൂട്ടിലടച്ചു. പോരെ, അങ്ങനെയാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞു തീർന്നതും ആ കിളി സിംഹവിക്രമന്റെ രൂപത്തിലാവുകയും ചെയ്തു. അതിന് ശാപമോക്ഷം കിട്ടിയെന്നർത്ഥം. ഇതിനിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സോമപ്രഭനെ ഭഗവാൻ സ്വപ്നദർശനം നൽകി. മകനെ, തപസ് അവസാനിപ്പിച്ച് വേഗം സുമനസ് എന്ന രാജാവിന്റെ സന്നിധിയിലെത്തുക. അവിടെ വെച്ച് നിനക്ക് നിന്റെ മകരന്തികയെ ലഭിക്കും എന്നായിരുന്നു അത് സ്വപ്നദർശനം. തുടർന്ന് ഭഗവാൻ ചിരകാലമായി തന്നെ ഭജിക്കുന്ന മനോരഥപ്രഭയോട് പറഞ്ഞു, മകളെ, നീ ആരെ ഇച്ഛിച്ച് തപസ് ചെയ്യുന്നുവോ അയാൾ ഇപ്പോൾ നിന്റെ അടുത്ത് സവിധത്തില് എത്തുന്ന ഇപ്പൊ കാഞ്ചനപുരത്തിലുണ്ട്, നിന്റെ അടുത്ത് എത്തും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയിട്ട് അയാളുമായി സംഗമിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്രകാരം ഭഗവാൻ പരമശിവന്റെ അരുളപ്പാട് കേട്ട സോമപ്രഭനും മനോരഥപ്രഭയും ഒന്നിച്ച് സുമനസ് രാജാവിന്റെ സന്നിധിയിലെത്തി. സോമപ്രഭന്റെ ദർശനമാത്രയിൽ കിരാതപ്പെണ്ണായിരുന്ന മകരന്തിക ശാപമുക്തിയായി പൂർവസ്മരണയോടെ വിദ്യാധരിയായി മാറി. തുടർന്ന് സോമപ്രഭനും അവളും ആലിംഗനബദ്ധരായി. മനോരഥപ്രഭയെ കണ്ട സുമനസ്സിനും പൂർവസ്മരണ ഉണ്ടാകുകയും മനോരഥപ്രഭയും അയാളും പഴയ മുനികുമാരനായി മാറുകയും ചെയ്തു. മുനികുമാരനും മനോരഥപ്രഭയും ഒന്നായി. അങ്ങനെ എല്ലാം മംഗളമായി. തുടർന്നെന്ത് നടന്നു? സോമപ്രഭൻ ഭാര്യാസമേതൻ രാജ്യം ഭരിച്ചു കഴിയുകയും ചെയ്തു. ഇങ്ങനെ വിദൂരകാല ദേശങ്ങളിലായി വിയോഗം സംഭവിച്ചാലും ജന്മാന്തരങ്ങൾ കഴിഞ്ഞായാലും ശരി, അവർ വീണ്ടും ഒന്നിക്കുമെന്നതാണ് സത്യം. ശുഭജന്മം പ്രാപിച്ചിരുന്ന സിംഹവിക്രമൻ പക്ഷിജീവിതം ഉപേക്ഷിച്ച് വിദ്യാധരനായി ദിവ്യലോകം പ്രാപിച്ചു. ഇപ്രകാരം സജീവോത്തമനായ ഗോമുഖൻ പറഞ്ഞ കഥ കേട്ട് എല്ലാവരും സന്തോഷിച്ചു എന്ന് പറയുന്ന പോലെ അതന്നെ നമുക്കും വേണ്ടത്, സന്തോഷിക്കണം എല്ലാവരും. മന്ത്രിസത്തമനായ ഗോമുഖൻ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു കഥ. പ്രഭു, ഇഹപരലോകത്തും ഒരുപോലെ നന്മ കാക്ഷിക്കുന്ന സദ്ബുദ്ധികളായ ചില മനുഷ്യർ കാമക്രോധാദി വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായിരിക്കും. അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം. ഒരിക്കൽ കുലധരൻ എന്ന രാജാവിന് സൽക്കുലജാതനും
പൗരുഷശാലിയുമായ ഒരു സേവകനുണ്ടായിരുന്നു, ശൂരവർമ്മൻ അങ്ങനെയാണ് പേര്. ഒരു രാത്രി ശൂരവർമ്മൻ വീട്ടിലെത്തിയ സമയത്ത് തന്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഉറങ്ങുന്നത് കണ്ടു. വേണമെങ്കിൽ വഞ്ചകരായ രണ്ടുപേരെയും കൊല്ലാം, പക്ഷേ അതുകൊണ്ടെന്ത് ഫലം? അയാൾ ഉടനെ അവിടം വിട്ടു പോകുകയും മറ്റൊരു ദേശത്ത് നിന്ന് വേറൊരു സ്ത്രീ വിവാഹം കഴിച്ച് സുഖമായി താമസിക്കുകയും ചെയ്തു. ഇന്നത്തെ മാതിരി മൊബൈലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് വച്ചേനെ, നിവർത്തിയില്ലായിരുന്നല്ലോ പണ്ട് കാലത്ത്. ഇതാണ് ബുദ്ധിശാലികൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് അവരെ കൊന്നിട്ട് കാര്യമില്ല. ക്രോധത്തെ അടക്കാൻ ശീലിക്കണം, ഇതാണ് വിവേകം. വിവേകമില്ലായ്മക്ക് ഉദാഹരണമായി കാളയുടെയും സിംഹത്തിന്റെയും കഥ ഞാൻ പറയാം. ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ 2 കാളകളെ പൂട്ടിയ വണ്ടിയിൽ ചരക്കുകളുമായി മധുരാപുരിയിലേക്ക് യാത്ര തിരിച്ചു. ഭാരാധിക്യത്താൽ വണ്ടി മറിഞ്ഞൊരു കാളക്ക് സാരമായ പരിക്കു പറ്റി. അതിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട കച്ചവടക്കാരൻ ശേഷിച്ച ഒരു കാളയെ വണ്ടിയിൽ കെട്ടി യാത്ര തുടർന്നു. ഉപേക്ഷിക്കപ്പെട്ട സംജീവകൻ എന്ന കാള ക്രമേണ എഴുന്നേറ്റ് നടക്കുകയും അവന്റെ പരിക്കുകൾ ഉണങ്ങുകയും ചെയ്തു. തുടർന്ന് കാട്ടിലെ സമൃദ്ധമായ പുല്ലും വെള്ളവും കഴിച്ച് സ്വതന്ത്രനായി വിഹരിച്ചു. അവൻ ശക്തനായ ഒരു കാളക്കൂറ്റനായി. ആഹാ പോരെ! കാട്ടിലെ മറ്റു ജീവികൾ അവന്റെ ചുരമാന്തൽ കൊണ്ട് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. ഒരു ദിവസം കാട്ടിലെ രാജാവായ പിങ്കളകൻ സിംഹവും മന്ത്രിമാരായ ദമനകൻ കരടകൻ എന്നീ കുറുക്കന്മാരും കൂടി ആറ്റുതീരത്ത് വെള്ളം കുടിക്കാൻ എത്തി. അപ്പോഴാണ് അകലിൽ നിന്ന് മൂക്കറയിടുന്ന സഞ്ജീവകന്റെ ശബ്ദം സിംഹം കേട്ടത്. ഇത്ര ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നൊരു ജന്തുവിനെ നേരത്തെ കണ്ടിട്ടില്ലാത്ത സിംഹം പേടിച്ചോടി ഗുഹയിലെത്തി. മന്ത്രി ദമനകൻ ഈ കാഴ്ച കണ്ടു. ബുദ്ധിമാനായ അവൻ കരടകനോട് ചോദിച്ചു, നമ്മുടെ രാജാവ് വെള്ളം കുടിക്കാതെ മടങ്ങിയത് എന്താന്ന് ചോദിച്ചു. അതൊക്കെ രാജാവിന്റെ ഇഷ്ടമല്ലേ, ചോദിക്കാൻ നമുക്കെന്ത് കാര്യം എന്നായി കരടകൻ. അത് കേട്ട് ദമനകൻ പറഞ്ഞു, നാം മന്ത്രിമാരാണ്, രാജാവിന്റെ പ്രശ്നങ്ങൾ പഠിച്ചു പരിഹാരം നിർദ്ദേശിക്കേണ്ട നമ്മുടെ ബാധ്യതയല്ലേ. ഇങ്ങനെ പറഞ്ഞ് ഇരുവരും കൂടി സിംഹത്തിന്റെ ഗുഹയിലെത്തി. ദമനകൻ വളരെ വിനയപൂർവ്വം ചോദിച്ചു, പ്രഭു, അങ്ങ് എന്താണ് വെള്ളം കുടിക്കാതെ തിരക്കിട്ട് മടങ്ങിപ്പോന്നത്? ഇനി ഒളിച്ചിട്ട് കാര്യമില്ല, പിങ്കളകൻ പറഞ്ഞു. ആറ്റുതീരത്ത് എവിടെ നിന്നോ വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ പേടിച്ചുപോയി. എന്നെക്കാൾ ശക്തനായ ഏതോ ജീവിയാണതെന്ന് തോന്നി. അതിന്റെ പിടിയിൽ പെടാതിരിക്കാനാണ് ഞാൻ പെട്ടെന്ന് മടങ്ങിയത് എന്ന് പറഞ്ഞു. ദമനകൻ ഉടനെ മറുപടി പറഞ്ഞു, വീരശൂര പരാക്രമി, അങ്ങ് എന്തോ ശബ്ദം കേട്ട് പേടിച്ചു ഓടുന്നത് ശരിയാണോ? പണ്ടൊരു യുദ്ധമുഖത്ത് ചെന്ന് പെട്ട കുറുക്കന്റെ കഥ കേട്ടിട്ടില്ലേ? അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെണ്ടയിൽ കാറ്റിലാടുന്ന വൃക്ഷക്കമ്പ് തട്ടിയപ്പോൾ ഡും ഡും എന്ന ശബ്ദമുണ്ടായി. ആദ്യം ഭയന്നുപോയ കുറുക്കൻ അടുത്തിരുന്ന് നോക്കിയപ്പോഴാണ് അതൊരു വെറും ചെണ്ടയാണെന്ന് മനസ്സിലായത്. അതിനുള്ളിൽ തിന്നാൻ വല്ലതുമുണ്ടോ എന്നറിയാൻ തോല് കടിച്ചു പൊട്ടിച്ചപ്പോഴാണ് ഉള്ളു വെറും പൊള്ളയാണെന്നറിയുന്നത്. ശബ്ദം കേട്ട് ഭയപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് അങ്ങേക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് നമുക്കൊന്നു പോയി അന്വേഷിക്കാമെന്ന് ആര് പറഞ്ഞു? മന്ത്രി പറഞ്ഞു. ദമനകന്റെ നിർബന്ധം മാനിച്ച സിംഹം മന്ത്രിമാർക്കൊപ്പം വീണ്ടും ആറ്റുതീരത്തെത്തി. മുക്ര ശബ്ദം കേട്ടിടത്തേക്ക് ദമനകൻ പോയി. അവിടെ പുല്ലു തിന്ന ഒരു വലിയ കാളയെയാണ് അവൻ കണ്ടത്. പുല്ലു തിന്നുന്ന ഇവനെ എന്തിന് സിംഹം ഭയപ്പെടണം? ദമനകൻ മടങ്ങി വന്ന സിംഹത്തോട് വിവരം പറഞ്ഞു. ശരി, എങ്കിൽ അവനും നമ്മുടെ പ്രജയാണല്ലോ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നായ സിംഹം. ദമനകൻ സംജീവകനെ സമീപിച്ച് മൃഗരാജാവായ സിംഹം അവനെ കാണാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. സിംഹം എന്ന് കേട്ടതേയുള്ളൂ കാളക്കൂറ്റൻ പേടിച്ച് വിറച്ചുപോയി. അതുകൊണ്ട് ദമനകൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, രാജാവ് നിങ്ങളെ സ്വന്തം പ്രജയായി സ്വീകരിച്ചു കഴിഞ്ഞു, ധൈര്യമായി വന്നോളൂ. ഒടുവിൽ മനസ്സോടെ അർത്ഥമനസ്സായി കാള കുറുക്കന്റെ പിന്നാലെ നടന്ന് സിംഹശബ്ദത്തിലെത്തി. സിംഹം സഞ്ജീവനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. തുടർന്ന് അവർ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. സദാസമയം പിങ്കളകന് സഞ്ജീവകനുമായി കളിതമാശകൾ പറഞ്ഞിരിക്കാനായി താല്പര്യം. ഈ ചങ്ങാത്തം ദമനകന് അത്ര ഇഷ്ടമായില്ല. കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഇപ്പോഴും തമാശയും ചിരിയും തന്നെ. മന്ത്രിമാരായ തങ്ങൾക്ക് പോലും ഇല്ലാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും വരത്തനായി കാളയ്ക്കെന്നിന് നൽകുന്നു. ഇവരെ തമ്മിൽ അടുപ്പിച്ചത് ഞാനാണല്ലോ, ഞാൻ തന്നെ അകറ്റുകയും ചെയ്യുന്ന വിചാരിച്ചു ദമനകൻ മന്ത്രി എന്ന് അവൻ ഉറപ്പിച്ചു.
അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ കരടകൻ പറഞ്ഞു, സുഹൃത്തെ, അതിബുദ്ധി അപകടമാണ്. അതിനൊരു ഉദാഹരണ കഥ ഞാൻ പറയാം. നീ ഇപ്പൊ എടുക്കാൻ പോകുന്നത് അതിബുദ്ധിയാണ്, അത് അപകടമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ഒരു വൃദ്ധനായ കൊക്ക് കുളക്കരയിൽ ചെന്നിരുന്നു. കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അവ കൊക്കിനെ കാണുന്ന മാത്രയിൽ ഒളിച്ചു കളയും. ഒന്നോ രണ്ടോ പൊങ്ങി വന്നാൽ തന്നെ കിഴവനായ കൊക്കിന് കാണാനും പറ്റില്ല. ഒടുവിൽ ബുദ്ധി ഉപയോഗിക്കാൻ തന്നെ കൊക്ക് തീരുമാനിച്ചു. അവൻ പറഞ്ഞു, ഈ കുളത്തിൽ വലയിട്ട് മീൻ പിടിക്കാൻ ഒരു മുക്കുവൻ തന്റെ സുഹൃത്തുമായി ആലോചിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വഴി കേട്ടു. നിങ്ങളുടെ ആയുസ് ഒടുങ്ങിയിരിക്കുകയാണെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറയാം. സൂത്രം. ഇവിടെ നിന്ന് കുറച്ചകലെ വിശാലമായ മറ്റൊരു കുളമുണ്ട്. നിങ്ങൾ എത്രയും വേഗം അങ്ങോട്ട് മാറണം. അതിന് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാം. ഓരോരുത്തരെയായി കൊത്തിയെടുത്ത് പറഞ്ഞ കുളത്തിൽ കൊണ്ടുചെന്ന് വിടാം. മന്ദബുദ്ധികളായ മത്സ്യങ്ങൾ അത് സമ്മതിച്ചു. അവരെല്ലാവരും തിരക്കി കൊക്കിന്റെ മുന്നിലെത്തി. മുഴുത്ത മത്സ്യങ്ങളെ നോക്കി കൊക്കിലാക്കി അവൻ പറന്നു ഒരു പാറയിൽ കൊണ്ടുചെന്നിട്ട് സുഖമായി ശാപ്പിട്ടു. അങ്ങനെ ദിവസവും വയർ നിറയെ മത്സ്യങ്ങളെ തിന്ന് കൊക്ക് കൊഴുത്തൂരുണ്ടു. പക്ഷേ കുളത്തിലുണ്ടായിരുന്ന ഒരു ഞണ്ടിനെ ഇതിലെന്തോ ചതിയുണ്ടെന്നൊരു സംശയം തോന്നി. ഒരു ദിവസം അവൻ മുന്നോട്ട് വന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ഞണ്ടിറച്ചിക്ക് നല്ല സ്വാദാണല്ലോ എന്ന് കരുതി കൊക്കത് സമ്മതിച്ചു. ഞണ്ടിനെയും കൊണ്ട് പറന്ന കൊക്ക് പാറപ്പുറത്തെത്തി. അവിടെ ചിതറിക്കിടന്ന മത്സ്യമുള്ളുകൾ കണ്ടപ്പോൾ ഞണ്ടിന് ചതി ബോധ്യമായി. അവൻ എന്ത് ചെയ്തു? ചാടി കൊക്കിന്റെ കഴുത്തിൽ പീട്ടി മുറുക്കി. കാലുകൾ കൊണ്ട് ഇറുക്കി കൊക്കിനെ അവൻ വകവരുത്തി. ശരീരബലത്തേക്കാൾ ബുദ്ധിബലമാണ് പ്രധാനം. അതിനുദാഹരണമായി ഞാൻ മറ്റൊരു കഥ പറയാം. ഈ മറ്റൊരു കഥ നമുക്ക് നാളെ കേൾക്കാം. എല്ലാ കഥ ഒരു ദിവസം കേട്ടാൽ പോരല്ലോ, നാളെ കേൾക്കാം അല്ലേ ആ കഥ. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.